വാഷിംഗ് മെഷീനകത്ത് നിന്ന് നിങ്ങളെ ഷോക്ക് അടിക്കാറുണ്ടോ? എനിക്ക് രാവിലെ വന്നൊരു കോൾ അതായിരുന്നു. കാരണം മഴ സമയമൊക്കെ ആയതുകൊണ്ട് ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പം ഇലക്ട്രീഷ്യനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇലക്ട്രീഷ്യൻ പറഞ്ഞു വാഷിംഗ് മെഷീനകത്ത് നിന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഷോക്ക് അടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് ആദ്യം തന്നെ അത് നോക്കി. ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചാണ് ഞാൻ നോക്കിയത്. ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ലൈറ്റ് കത്തുന്ന സർക്യൂട്ടിൽ ഫേസ് ഉണ്ടെന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ടെസ്റ്റ് ലാമ്പിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് നമ്മുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വഴി ചെറിയൊരു കറണ്ട്, അതായത് മൈക്രോ ആമ്പ് നിലയിലേക്ക് എർത്തിലേക്ക് പോകും. ഇത്രയും ചെറിയ കറണ്ട് നമ്മളെ ഷോക്ക് അടിക്കത്തില്ല എന്നല്ല, ലീക്കേജ് കറണ്ട് കൂടുതൽ വന്നാൽ നമ്മൾ അറിയില്ല, നമ്മളെ കറണ്ട് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോക്ക് ഇല്ലയെന്ന് കരുതി നമ്മളതിൽ പിടിക്കാനോ അല്ലെങ്കിൽ നനഞ്ഞ കൈ കൊണ്ട് ചെരുപ്പിടാതെയൊക്കെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമ്മളെ വലിയൊരു അപകടത്തിലേക്ക് തന്നെ അത് കൊണ്ടുപോകും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതുപോലെ എന്തെങ്കിലും സംശയമായിട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കണം. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എർത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള എർത്ത് ഇല്ലെങ്കിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്, എർത്ത് കാര്യങ്ങളിവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള. കാരണം നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് പോകാനും പറ്റത്തില്ല. എന്തായാലും ഞാനിവിടെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട്. ബോഡി ഫുള്ള് ചെക്ക് ചെയ്യാൻ നേരത്ത് എനിക്ക് ബോഡിക്കകത്ത് മെഷീനകത്ത് മോട്ടറിനകത്ത് PC ബോർഡ് വയറിംഗ് കിറ്റ് ഫുള്ള് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. ലീക്കേജ് എവിടെയോ ഉണ്ടെന്നാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും വളരെയധികം ശ്രദ്ധിച്ച് വേണം എല്ലാവരും. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഫ്രിഡ്ജ്, AC അതുപോലുള്ള കാര്യങ്ങളും മറ്റ് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ എന്തുമായാലും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള എർത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളങ്ങനെ ചെയ്യാവൂ. നമ്മൾ എർത്തില്ലെന്നും പറഞ്ഞ് തൊട്ട് നോക്കാനൊന്നും പോകരുത്. എന്തായാലും ഞാൻ ഇവിടെ എർത്ത് ഞാൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാധാരണഗതിയിൽ നമ്മൾ ന്യൂട്രും അതായത് എർത്തും വെച്ച് നോക്കാൻ നേരത്ത് 1 അല്ലെങ്കിൽ ഒരു 1നും 2നും ഇടയ്ക്ക് 1 വോൾട്ടാണ് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഫേസും ന്യൂട്രും നോക്കുമ്പോൾ 230 വോൾട്ട് കാണണം. ഫേസും എർത്തും കൂടെ 230 വേണം കാണിക്കാനായിട്ട്. ഞാൻ എന്തായാലും ഇവിടെ ചെക്ക് ചെയ്യാൻ വിധം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് അത് വോൾട്ടേജിലേക്ക് സെറ്റ് ചെയ്ത്, അതായത് DC അല്ല AC വോൾട്ടിലേക്കാണ് ഇടുന്നത്. AC ഇടുമ്പോൾ ഇവിടെ ഫേസും ന്യൂട്രും എനിക്ക് കറക്റ്റ് 230 ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഫേസും എർത്തും കൂടെ നോക്കുമ്പോൾ എനിക്ക് 78 സംതിങ് ആണ് കാണിക്കുന്നത്. അതിൽ പ്രോപ്പറല്ല. ഞാനിനി ന്യൂട്രും എർത്തും കൂടെ നോക്കാം. എർത്തും കൂടെ നോക്കുമ്പം നമുക്ക് 17 കാണിക്കുന്നത്. ഈ ഒരു കണക്ക് തെറ്റാണ്. ഇത് ലീക്കേജ് ഉണ്ടെന്നാണ്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള എർത്ത് ഇല്ല എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.